അസ്സലാമു അലൈക്കും. ഈ പരിപാടി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ, അതുപോലെ മദനി കേസിൻ്റെ അഡ്വക്കേറ്റ് റജീബ് താഹ, ഷമീറിൻ്റെ ജ്യേഷ്ഠൻ ഷബീർ, മറ്റു അംഗങ്ങളെ, ഫ്രീ സെക്രിയ ആക്ഷൻ ഫോറം കൺവീനർ എന്ന നിലക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അഭിമാനവും ആശങ്കയും ഉണ്ട്. അഭിമാനമെന്ന് പറയുന്നത് പരപ്പനങ്ങാടിക്കാരൻ സെക്രിയയെ അറസ്റ്റ് ചെയ്തപ്പോൾ 4 വർഷം എന്ത് ചെയ്യണം, എവിടെ പോകണം, എങ്ങനെ തുടങ്ങണം, ആരുടെ സമീപിക്കണം എന്നറിയാതെ ജയിലിനകത്ത് സെക്രിയയും കുടുംബം എന്നുള്ള നിലക്ക് ഞങ്ങൾ പുറത്തും നാട്ടിലും നാട്ടുകാർക്ക് പോലും സംശയത്തിൻ്റെ നേരിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ജിഷ എന്ന ഒരു ആക്ടിവിസ്റ്റ് മാധ്യമം വാരാന്ത പതിപ്പിലൂടെ പുറത്തു കൊണ്ടുവന്നത് മുതൽ അന്നത്തെ സോളിഡാരിറ്റി പ്രസിഡൻ്റായ ടി മുഹമ്മദ് വേളം ഞങ്ങളുടെ നാട്ടിൽ വരികയും ഫ്രീ സെക്രിയ ആക്ഷൻ ഫോറം എന്ന ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു. അഭിമാനമെന്ന് ഞാൻ പറഞ്ഞത് BJP ഒഴിച്ച് മറ്റ് എല്ലാ മത രാഷ്ട്രീയ സംഘടനകളും അതിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലത്തെ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് മദനി ഉസ്താദിന് ശേഷം സെക്രിയയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു സംഘടന നിലവിലുള്ളത്. ആശങ്ക എന്ന് പറഞ്ഞാൽ 17 വർഷമായിട്ട് ചെയ്ത തെറ്റെന്തെന്നറിയാതെ ജയിലിനകത്ത് കഴിയുന്ന ഒരു വ്യക്തിയുടെ അവസാനം ഇന്ന് തീരും നാളെ തീരും 6 മാസം എന്തായാലും 100% കേസിൻ്റെ വിധി ഈ മാസം വരുമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് നിർഭാഗ്യകരമായിട്ട് കോടതി മാറ്റുക. അങ്ങനെ കണ്ട ഒരുപാട് കോലാഹലങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ വായിച്ചു കാണും. അതാണ് ആശങ്ക എന്ന് പറഞ്ഞത്. ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട് 17 വർഷം ഒരു നിരപരാധി ഉള്ളിൽ കഴിയുന്നു? ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടെത്താൻ പറ്റിയ ഉത്തരം ഇത് ഇസ്ലാമോഫോബിയൻ്റെ ഭാഗം ആയതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ കേസ് തെളിയിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ കേസ് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ UAPA എന്ന കരിനിയമം ഉള്ളതുകൊണ്ടാണെന്ന്. ഇസ്ലാമോഫോബിയക്കെതിരെ മതസംഘടനകളും UAPA പോലുള്ള കരിനിയമങ്ങൾക്കെതിരെ ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളും ഇടപെട്ടാൽ മാത്രമാണ് ഇതിന് പരിഹാരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത് ഏറ്റെടുക്കണം. അതുപോലെ ഇതുപോലെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ, ജനകീയ സമരങ്ങൾ ഇത് ശക്തിപ്പെട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് മുന്നിട്ടിറങ്ങിയുള്ള സോളിഡാരിറ്റി എന്നും സോളിഡാരിറ്റി ഫ്രീ സെക്രിയ ആക്ഷൻ ഫോറത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്രീ സെക്രിയ ആക്ഷൻ ഫോറം എന്ന പേര് ആണ് അതിനുള്ളൂ. സോളിഡാരിറ്റിയാണ് ഇന്ന് വരെ അതിന് എല്ലാവിധ പിന്തുണകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. 3 പ്രാവശ്യം നിങ്ങൾ നോക്കൂ, സെക്രിയയെ നമുക്കറിയാം. എന്തുകൊണ്ടറിയാം? സോളിഡാരിറ്റി പോലുള്ള സംഘടനകൾ അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, സെക്രിയയ്ക്ക് ക്ലീൻ ഷീറ്റ് ഉള്ളതുകൊണ്ട്. ചെറിയൊരു താടിയോ തൊപ്പിയോ, എൻ്റെ നാട്ടിൽ തന്നെ മറ്റൊരു വ്യക്തിയുണ്ട്, ഉമറുൽ ഫാറൂഖ് എന്ന്. അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ പോലും ആളുകൾക്ക് പേടിയാണ്. കാരണം അദ്ദേഹം ഈ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, അദ്ദേഹത്തിന് താടിയുണ്ട്, തൊപ്പിയുണ്ട്. ഇങ്ങനെ കണ്ട സിമ്പലുകളെല്ലാം തീവ്രവാദത്തിൻ്റെ അടയാളമായി ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുകയും ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുകയും ഫ്രീ സെക്രിയ ആക്ഷൻ ഫോറത്തിൻ്റെ കൺവീനർ എന്ന നിലയ്ക്ക് ഇവിടെ അവസരം നൽകിയ സോളിഡാരിറ്റിയും അതിൻ്റെ ഭാരവാഹികളെയും ഞാൻ എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഫ്രീ സെക്രിയ ആക്ഷൻ ഫോറത്തിന് വേണ്ടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.